എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ മധുര വിഭവം. അതിനായിട്ട് ഒരു മെഷർമെൻറ്റ് കപ്പ് എടുക്കുക. ഞാൻ ഈ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ്സിൽ 1.25 അളവിൽ ഗോതമ്പ് റവ, സൂചി ഗോതമ്പ് റവ, കുറച്ച് തരി, ചെറിയ തരിയുള്ളത്. വലിയ തരിയാണെങ്കിൽ മിക്സിയിലൊന്ന് കറക്കി ചെറിയ തരികളാക്കുക. 1.25 അളവിൽ പഞ്ചസാര, 1.25 അളവിൽ വെള്ളം, 1.25 കപ്പ് അളവിൽ പാല്. എല്ലാ പ്രധാന ചേരുവകളും 1.25 കപ്പ് അളവിൽ തന്നെ എടുക്കണം. കൂട്ടത്തിൽ 2 പഴുത്ത കദളിപ്പഴങ്ങൾ ചെറുതായിട്ട് മുറിച്ചുകൊണ്ട് എടുക്കുക. പാലും വെള്ളവും കൂടി ഒരു പാത്രത്തിലാക്കി ഒരടുപ്പിൽ തിളയ്ക്കാൻ വയ്ക്കുക. ഒപ്പം ചൂട് കട്ടിയുള്ള ഉരുളിയോ പാത്രത്തിലോ നേരത്തെ എടുത്ത കപ്പളവിൽ തന്നെ 1.25 കപ്പ് അളവിൽ നെയ്യ് ചേർക്കുക. നെയ്യ് ചൂടാകുമ്പോൾ ഗോതമ്പ് റവ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ വഴറ്റുക. ആ ഗോതമ്പ് റവയൊക്കെ നെയ്യിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയി മൂത്ത് വരുമ്പോൾ പഴം അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും പാലും വെള്ളവും കൂടെ മറ്റേ അടുപ്പിൽ വെച്ച് തിളച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സ്ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നെയ്യിൽ വഴറ്റിയ ആ ഗോതമ്പ് റവയും പഴവും ആ പാലും ഒക്കെ കൂടെ ചേർന്ന് വെന്ത് വരുന്ന വാസനയുണ്ടല്ലോ, നല്ലൊരു ആസ്വാദ്യകരമായൊരു വാസനയാണ്. ഒന്നിങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്ത് വറ്റി വരുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കുറുകി വരുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സ്ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കുക. അങ്ങനെ മധുര വിഭവം റെഡി. ഇനി ഇതിൻ്റെ പേരെന്താണെന്നറിയില്ലേ? ഇത് ട്രഡീഷണലായിട്ട് സത്യനാരായണ വ്രത പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. അതിൽ ഭഗവാന് നേദിക്കാനായിട്ട് തയ്യാറാക്കുന്ന പ്രസാദ വിഭവമാണ്. പഴം ഒഴികെ ബാക്കി എല്ലാ ചേരുവകളും ഗോതമ്പ് റവ, പാല്, വെള്ളം, പഞ്ചസാര 4 ഐറ്റമേ വേണ്ടൂ. ഇവയെല്ലാം തന്നെ 1.25 കപ്പ് അളവിലാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസാദ വിഭവത്തിനെ സപാദ് എന്ന് വെച്ചാൽ 1.25 എന്നാണ് മീനിങ് ഹിന്ദി മറാഠിയിലൊക്കെ. സവായി, സപാദ് ഭക്ഷ്യ അഥവാ സവായ് നിവേദ്യം എന്നാണ് ഈ മധുര വിഭവത്തിന് നമ്മൾ കൊങ്കണിയിൽ പറയുന്നത്. ഒരു കേസരിയുടെയൊക്കെ ഒരു വകഭേദം പോലെ റവ കേസരിയൊക്കെ ഉണ്ടാക്കില്ലേ. ഇനി ഗോതമ്പ് റവയ്ക്ക് പകരം ചില സ്ഥലങ്ങളിൽ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സൂചി റവ ഉപയോഗിക്കാറുണ്ട്. ഈ മധുരത്തിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും തന്നെ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ ചേർക്കാറില്ല. കേസരിയുടെ ഒരു വകഭേദം പോലെ തോന്നുമെങ്കിലും ടേസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ.